spectrum. This is X-ray spectrum. So what do you mean by X-ray? The fast moving electron is bombarded with metal target. Then photons are emitted. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റേ നമുക്ക് റിവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് ഡ്യൂ ടു ദ റേഡിയേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേസ് സച്ച് ആസ് എക്സ്റേസ്, ഗാമാ റേസ്, ഈവൻ വിസിബിൾ ലൈറ്റ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മെറ്റലിലെ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ വന്ന് തട്ടുന്ന സമയത്ത് അവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ബട്ട് എക്സ്റേ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വന്ന് എമിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, മോളിബ്ഡിനം അതുപോലെ തന്നെ ടെങ്സ്റ്റൺ അത്തരം മെറ്റീരിയലിൽ ഇലക്ട്രോൺ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ വന്ന് എമിറ്റ് ചെയ്യുന്ന ബൊമ്പാർഡ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എക്സ്റേ. അപ്പം ഈ എക്സ്റേ സ്പെക്ട്രത്തില് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഈ സ്പെക്ട്രത്തിനെയാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്, ഈ ഒരു സെക്ഷൻ കണ്ടിന്യൂസ് സ്പെക്ട്രം. ബട്ട് ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ആ മെറ്റൽ ടാർഗറ്റിന്റെ, അതായത് ഫോട്ടോൺ തിയറി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അത് ഓരോ ഏതാണോ ബൊമ്പാർഡ് ചെയ്യുന്ന ടാർഗറ്റ്, ആ ടാർഗറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിന്റെ കേസ് എടുക്കാം. കണ്ടിന്യൂസ് സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രത്തിന്റെ കേസ് നമുക്ക് നോക്കാം. സോ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺ, ആ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും? ദാറ്റ് ഈസ് EV. V is the exciting potential. Okay, that energy is converted into the energy of photon. So energy of photon is h nu zero. Nu zero is the threshold frequency. Okay, so h nu zero equal to EV. Here V is the potential, exciting potential. Then we know that nu zero equal to C by lambda zero. This is equation number 2, where lambda zero is the threshold wavelength, nu zero is the threshold frequency. Okay, then hc by lambda zero equal to EV. That is equation number 3. Okay, then lambda zero equal to hc. hc by EV. So this is cutoff frequency, cutoff wavelength. Nu zero is the cutoff frequency, lambda zero is known as the cutoff wavelength. Okay, so its value 1.24 into 10 raised to minus 6 divided by V. Okay, this is the value of cutoff frequency. So this is independent of the target material. Target material independent ആണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പാർട്ടിൽ ഉണ്ടാകുന്ന എക്സ്പ്ലനേഷൻ ഫോട്ടോൺ തിയറി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ, that is lambda zero equal to 1.24 into 10 raised to minus 6 by V. This equation is known as Dunet-Hunt rule. Dunet-Hunt rule. Okay, so here equation, this equation. So this equation is known as Dunet-Hunt rule or Dunet-Hunt principle. X-ray spectral continuous spectrത്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് according to photon theory. Okay, we know that h nu equal to EV. H is Planck's constant. Nu zero is the threshold frequency, E is the charge of electron, V is the exciting potential. Then nu zero equal to Z by lambda zero, that is equation number 2. Then hc by lambda zero equal to EV, that is equation number 3. Okay, so hc by EV equal to lambda zero, that is equation number 4. So hc by E value standard value ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 1.24 10 minus 6 by V meter. So this is cutoff frequency, so cutoff wavelength. So this is common
process, then this equation is known as Dunet-Hahn rule. Okay, next one, the characteristic X-ray spectrum. അപ്പോൾ നമുക്ക് എക്സ്റേ സ്പെക്ട്രത്തിൽ നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പെക്ട്രം ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ ഈ ഒരു രീതിയിലുള്ള സ്പെക്ട്രത്തിൽ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു പീക്ക് വന്നു, പിന്നെ ഇവിടെ മറ്റൊരു പീക്ക് വന്നു. സോ ഈ രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഈ ഒരു പീക്കിന് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത് 1000 വോൾട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പൊ അത്രയും കൂടുതൽ വോൾട്ടിലാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ ആ കൈനറ്റിക് എനർജി ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാത്രമല്ല അതായത് എമിറ്റ് ചെയ്യിക്കുക. സോ ഇന്നർ ഷെല്ലിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഇന്നർ ഷെല്ലിൽ പോയിട്ട് ഒരു ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ സാധാരണ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ പോവുക. പക്ഷേ ചില കേസിൽ ഇതിന്റെ ഇന്നർ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വന്നിട്ട് ഇവിടുത്തെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിന്റെ എനർജി, ഈ വരുന്ന ഇലക്ട്രോൺ ഇതിലേക്ക് എനർജി കൊടുക്കുകയും അങ്ങനെ ആ എനർജി ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സ്റേ ആയിട്ട് വരും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ എക്സ്റേ ആയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് അപ്പർ ഷെല്ലിൽ നിന്ന് അവിടുത്തേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെ ജമ്പ് ചെയ്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ എനർജി ഡിഫറൻസ് കൂടി പുറത്തേക്ക് ലൈറ്റ് ആയിട്ട് പോകും. അതാണ് ഇവിടെ പീക്ക് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം നമ്മൾ ഫോട്ടോൺ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അതായത് ദ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ചില ഇലക്ട്രോൺ എന്താണെന്ന് വെച്ചാൽ അതിന് എനർജി ഉണ്ട്. ആ എനർജി ആ ഇന്നർ ഇലക്ട്രോണിനെ അത് അവിടുന്ന് എമിറ്റ് ചെയ്യും. ഇന്നർ ഇലക്ട്രോണിനെ അവിടുന്ന് എമിറ്റ് ചെയ്തിട്ട് അതിന്റെ എനർജി ലൈറ്റ് ആയിട്ട്, അതായത് ഫോട്ടോൺ ആയിട്ട് എക്സ്റേ ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ഇവിടത്തേക്ക് ജമ്പ് ചെയ്യുകയും ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ എനർജി ഡിഫറൻസ് കൂടി പോകും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കെ ആൽഫ എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ ഇവിടെ വരാം. അത് ഈ ടാർഗറ്റ് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏത് ടാർഗറ്റ് മെറ്റീരിയൽ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എച്ച് ന്യൂ കെ ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ അതായത് 1s എന്ന് പറയുന്ന 1s ൽ നിന്ന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. ഒരു ഇലക്ട്രോൺ അവിടുന്ന് പുറത്തേക്ക് പോയി 1s. അപ്പൊ ഈ 1s ന്ന് പോകുന്ന സമയത്ത് അത് കെ ഷെല്ലിലാണ്. അപ്പൊ എന്താ സംഭവിക്കുക, തൊട്ടടുത്തുള്ള എൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എനർജി ഡിഫറൻസ് കൂടി പുറത്തേക്ക് പോകും, എമിറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പീക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ എച്ച് ന്യൂ, ഓക്കെ, എച്ച് ന്യൂ ആൽഫ, എച്ച് ന്യൂ കെ ആൽഫ, എച്ച് ന്യൂ കെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്ന് പറയുന്ന ഷെല്ലിലേക്ക് n equal to എൽ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് വന്നു. അതെന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ഓഫ് എൽ, അതായത് എൽ ഷെല്ലിന്റെ എനർജി മൈനസ് കെ ഷെല്ലിന്റെ എനർജി. ഈ എനർജി ഡിഫറൻസ് ഇതിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമുക്ക് നോക്കാം ഈ ഇവിടെയുള്ളത്, അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ 1s ഒരു ഇലക്ട്രോൺ പോയപ്പോ തൊട്ടടുത്ത, അതായത് എൽ ഷെല്ലിന് പകരം എം ഷെല്ലിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ആ എക്സ്റേ എന്ന് പറയുന്ന പേരാണ് കെ ബീറ്റ എക്സ്റേ, കെ ബീറ്റ എക്സ്റേ. ഓക്കെ, കെ ബീറ്റ എക്സ്റേ. അതേസമയം ഇവിടുന്ന് വരുന്ന, അതായത് എൽ ഷെല്ലിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദാറ്റ് എക്സ്റേ ഈസ് നോൺ ആസ് കെ ആൽഫ എക്സ്റേ, കെ ആൽഫ എക്സ്റേ. ഓക്കെ, ദിസ് ഈസ് കെ ബീറ്റ എക്സ്റേ. അപ്പൊ കെ ബീറ്റ എക്സ്റേയുടെ എനർജി എങ്ങനെയായിരിക്കും, എച്ച് ന്യൂ കെ ബീറ്റ ഈക്വൽ ടു എന്താണ് വരിക, ദാറ്റ് ഈസ് ഇ, കാരണം കെ ബീറ്റ എന്ന് പറയുമ്പോൾ എവിടുന്നാ വരുന്നത്, ദാറ്റ് ഈസ് എം ഷെൽ. സോ ഇ എം മൈനസ് ഇ കെ. ഓക്കെ, അടുത്തത് എച്ച് ന്യൂ കെ ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക,
that is En minus Ek. Okay, ഈ രീതിയിലാണ് ഇവിടെ പീക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ 1s ഇലക്ട്രോൺ 1s ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ അവിടെ ഈ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഇത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ എൽ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുമെങ്കിൽ, അപ്പോൾ എല്ലിൽ ഏതൊക്കെയുണ്ട്? 2s സബ് ഷെല്ലുണ്ട്, 2p സബ് ഷെല്ലുണ്ട്. സോ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? എം ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ താഴേക്ക് വരും. ദാറ്റ് ഈസ് നോൺ ആസ് എൽ ആൽഫ എക്സ്റേ. ദാറ്റ് ഈസ് നോൺ ആസ് എൽ ആൽഫ എക്സ്റേ. ഓക്കെ, ഇനി അതല്ല അടുത്ത എൻ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എൽ ബീറ്റ എക്സ്റേ. ഓക്കെ, എൽ ബീറ്റ എക്സ്റേ, എൽ ബീറ്റ എക്സ്റേ. ഓക്കെ, ദെൻ അതല്ല ഇവിടെ ഓ ഷെല്ലിൽ നിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ n equal to 4 അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ എൽ ഗാമ എക്സ്റേ, എൽ ഗാമ എക്സ്റേ. ഓക്കെ, അപ്പോൾ എൽ ബീറ്റ എക്സ്റേ, എൽ ആൽഫ എക്സ്റേ, എൽ ബീറ്റ എക്സ്റേ, എൽ ഗാമ എക്സ്റേ. സോ അതിന്റെ എനർജി എങ്ങനെയാണ് നമുക്ക് നോക്കാം. എച്ച് ന്യൂ എൽ ആൽഫ ഈക്വൽ ടു, അതെങ്ങനെയായിരിക്കും? അതായത് ഇവിടെ നിന്നുള്ള എനർജി ദാറ്റ് ഈസ് എനർജി ഓഫ് em മൈനസ് em. ഓക്കെ, അതായിരിക്കും ഇവിടെ ഈ എനർജി. ഇനി അതല്ല എച്ച് ന്യൂ എൽ ബീറ്റ, എച്ച് ന്യൂ എൽ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് en മൈനസ് el, en മൈനസ് el. ഓക്കെ, ദെൻ അടുത്തത് എൽ ഗാമ എക്സ്റേ, എൽ ഗാമ എക്സ്റേ എന്തായിരിക്കും? ദാറ്റ് ഈസ് എച്ച് ന്യൂ എൽ ഗാമ ഈക്വൽ ടു ഇഒ മൈനസ് ഇഎൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാം. അതായത് എം ഷെല്ലിലേക്ക് വരാം. എം ഷെല്ലിൽ എന്തൊക്കെയുണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഓക്കെ, സോ ഇതിലേക്കൊക്കെ ഇവിടെ നിന്നൊക്കെ ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള അതായത് എൻ ഷെല്ലിൽ നിന്ന് ഇവിടത്തേക്ക് വരാം. ദാറ്റ് ഈസ് നോൺ ആസ് എം ആൽഫ എക്സ്റേ. ഓക്കെ, എം ആൽഫ എക്സ്റേ. അതുപോലെ തന്നെ ഓ എന്ന് പറയുന്ന ഷെല്ലിൽ നിന്ന് എം ഷെല്ലിലേക്ക് വരാം. ദാറ്റ് ഈസ് നോൺ ആസ് എം ബീറ്റ എക്സ്റേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഒരു എക്സ്റേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ മോളിബ്ഡൻ എടുക്കുകയാണെങ്കിൽ ആ മോളിബ്ഡനത്തിന്റെ എക്സ്റേ സ്പെക്ട്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സോ അതിന്റെ പീക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ പീക്ക് നോക്കിയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കണ്ടിന്യൂസ് എക്സ്റേ സ്പെക്ട്രത്തിലെ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിനുള്ള അതിനുള്ള എനർജി കൊടുക്കുന്നത് ബ്രാക്സ്ട്രിമം എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് പറയുന്നത്. ദിസ് ഈസ് എ ജർമ്മൻ വേർഡ് ബ്രാക്സ്ട്രിമം. ദാറ്റ് ഈസ് ദ ഫോട്ടോൺ എനർജി, എക്സസ് എനർജി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാക്സിമം എഫക്റ്റ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്റേ വരുന്നത് ഈ രീതിയിലാണ്. മോസ്റ്റ്ലി സ്ലോ. അക്കോർഡിംഗ് ടു മോസ്റ്റ്ലി the frequency of the root of frequency of k alpha line, X-ray k alpha line is directly proportional to atomic number. അതായത് അറ്റോമിക് നമ്പർ എക്സ് ആക്സിസ് വരും. അതുപോലെ തന്നെ റൂട്ട് ന്യൂ, അതായത് എക്സ്റേയുടെ ഫ്രീക്വൻസിയുടെ റൂട്ട് അത് y ആക്സിലായിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഇപ്പൊ മോസ്റ്റ്ലി 1913 മോസ്റ്റ്ലി ഒരു കാര്യം കണ്ടെത്തി. അതായത് അദ്ദേഹം കാൽസ്യം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അതുപോലെ ഫെറസ്, കോപ്പർ, അതായത് കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, സോ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ, ഇത്തരത്തിലെ എലമെന്റ് വെച്ചിട്ട് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അതായത് എക്സ്റേ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാല്
ഈ അറ്റോമിക് നമ്പർ, ആ അറ്റോമിക് നമ്പറും അത് ഏതിന് പ്രൊപ്പോർഷനാണ്? അറ്റോമിക് നമ്പർ ഏതിന് പ്രൊപ്പോർഷൻ? അതിന്റെ ഫ്രീക്വൻസി, പുറത്തേക്ക് വരുന്ന എക്സ്റേയുടെ ഫ്രീക്വൻസിയുടെ റൂട്ടിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് എന്തായിരിക്കും? റൂട്ട് ന്യൂ കെ ആൽഫ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെ? കോൺസ്റ്റന്റ് ഇൻറ്റു സെഡ് എന്ന് വരും. കോൺസ്റ്റന്റ് ഇൻറ്റു സെഡ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മൾ എക്സ്പെരിമെന്റൽ ആയിട്ട്, ദിസ് ഈസ് തിയററ്റിക്കൽ കർവ്, ദെൻ എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ ഇത് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടി എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ലീനിയർ റിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ദാറ്റ് മീൻസ് the nu of k alpha is directly proportional to z. അതായത് എക്സ്റേ ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയുടെ റൂട്ട് is directly proportional to atomic number. Then mostly the cobalt case z equal to 27, atomic number 27, mass number 58.9. But in the case of nickel, z equal to 28, mass number equal to 58.7. So mass number ചെറിയ ഡിഫറൻസ് ഇല്ല, പക്ഷേ അറ്റോമിക് നമ്പറിലുള്ള ഡിഫറൻസ് ആണ് ഈ രണ്ട് എലമെന്റിനെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെ മോസ്റ്റ്ലി പ്രെഡിക്റ്റ് ചെയ്ത ഒരു എലമെന്റ് ആണ് സ്കാൻഡിയം, അറ്റോമിക് നമ്പർ 21. സിമിലർലി പ്രൊമിത്തിയം z equal to 61. സോ ഇത് രണ്ടും ഈ ഒരു ലോ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. സോ അതിനുശേഷം അതിന്റെ തിയറി വന്നതിന് ശേഷം അത് എക്സ്പെരിമെന്റൽ ആയിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ അത് മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് Cn, this is a constant into z minus s whole square, where s is the screening constant. S നെ പറയുന്നവരാണ് screening constant. Okay, screening constant. Okay, in k alpha series, അതായത് k സീരീസിൽ വരുന്നത് k സീരീസിൽ വരുമ്പോൾ s ന്റെ വാല്യൂ 1 ആണ്. Okay, but in the case of L സീരീസിൽ വരുമ്പോൾ 7.4 ആണ് വരിക. 7.4 L സീരീസിൽ വരും. അതായത് സെക്കൻഡ് ഓർബിറ്റിലേക്ക് തേർഡ് ഓർബിറ്റിൽ നിന്നും അതുപോലെ തന്നെ ഫോർത്ത് ഓർബിറ്റിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവിടെ S ന് 7.4 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുക. ദെൻ അതേസമയം ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുന്നത്, അതായത് K ഷെല്ലിലേക്ക് വരികയാണ്. K സീരീസ് ആണ്, S ന് 1 ആണ്. സോ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി nu equal to Zn into z minus s whole square. ഓക്കെ, സോ ഇതാണ് എക്സ്റേ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. എക്സ്റേ സ്പെക്ട്രത്തിൽ കണ്ടിന്യൂസ് സ്പെക്ട്രം, സോ അത് ഫോട്ടോൺ തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേസമയം ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോസ്റ്റ്ലി തിയറിയാണ്. ഓക്കെ, മോസ്റ്റ്ലി സ്ലോ ആണ് ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റേയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.